കായംകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ ലൈബ്രറി നവീകരണ ഉദ്ഘാടനവും സാഹിത്യ സദസ്സും സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ ലൈബ്രറി നവീകരണ ഉദ്ഘാടനവും സാഹിത്യ സദസ്സും സംഘടിപ്പിച്ചു. സ്കൂളിലെ SMCയുടെ നേതൃത്വത്തിലാണ് നിലവിലെ ലൈബ്രറിയുടെയും റീഡിംഗ് റൂമിന്റെയും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് 1000-ലധികം പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി നവീകരിച്ചത്. കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അവർ വായിച്ചു വളരുക എന്നത് തന്നെയാണ്. വായനയിലൂടെ ആയിരിക്കാം കൂടുതൽ അറിവുകൾ നേടേണ്ടത്. അപ്പം ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ഷാമില അനിമോനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല വെടിക്കെട്ട് പ്രസംഗമാണ്. അപ്പം ഔദ്യോഗികമായി ഈ പരിപാടി എൻ്റെ അനിയൻ ഉൾപ്പെടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, നീരജ്. പിന്നെ എൻ്റെ കുഞ്ഞമ്മ ഒരു അധ്യാപികയാണ് സ്കൂളിലെ. എൻ്റെ ഇലക്ഷൻ സമയത്ത് എന്നെ കൂടുതൽ പേടിപ്പിച്ച ഒരു വ്യക്തിയാണ് കുഞ്ഞമ്മ. കാരണം നീ ജയിക്കുമോ എന്നൊക്കെ ചോദിച്ച് അനവധി എന്നെ വിളിക്കാറുണ്ട്, ഭയപ്പെടുത്താറുണ്ട്. അതെല്ലാം ഞാൻ അപ്പോഴും പറയും, ജയിക്കും, ഒരു കൗൺസിലറാവും എന്ന് പറയാറുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ നിയോഗം പോലെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു. എനിക്കും സന്തോഷം. അപ്പോൾ ഈ പരിപാടി ഒരു ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഈ ലൈബ്രറിക്ക് എൻ്റെ വക ഒരു 3 പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുകയാണ്. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ് അധ്യക്ഷയായി. ഇതെല്ലാം പൊട്ടി ഒലിച്ച് ഈ ഓടൊക്കെ എപ്പോഴാണ് ഇതിനകത്ത് കുഞ്ഞുങ്ങളുടെയൊക്കെ തലമണ്ടയ്ക്ക് ഉരുണ്ട് വീഴുന്നതെന്ന് പറയാനൊക്കത്തില്ല. ആ അവസ്ഥയാണ് ഈ സ്കൂളുകൾക്ക്. ഇത്രയും അതിപുരാതനമായ 100 വർഷത്തിന് മുകളിലുള്ള ഈ സ്കൂളിൻ്റെ ശോചനീയ അവസ്ഥയൊന്ന് പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ചെയർമാനോട് പറയാനുള്ളത്, ഈ സ്കൂളിൻ്റെ നവീകരണത്തിനായിട്ട് ഒരു 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ 5 ലക്ഷം രൂപയ്ക്ക് അല്ലറ ചില്ലറ നവീകരണങ്ങളൊക്കെ നടത്താൻ പറ്റും. അതിന് 5 ലക്ഷം രൂപ കിട്ടത്തില്ല. GST ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതുകൊണ്ട് ഈ ജനൽ ഗ്ലാസുകളൊക്കെ പൊട്ടിയതൊക്കെ ഒന്ന് മാറ്റാനോ, അല്ലെങ്കിൽ ഈ ചോർച്ചയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനും, അതുപോലെ തന്നെ ഇതിനെ ഒന്ന് പെയിൻറ് ചെയ്തൊന്ന് വൃത്തിയാക്കാനും, അതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും. അതിനൊരു കത്തൊക്കെ നമ്മൾ ചെയർമാനും സെക്രട്ടറിക്കും ഒക്കെ തന്നിട്ടുണ്ട്. SMC ചെയർമാൻ NK മുജീബ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അംബിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാം കാവിൽ, നഗരസഭാ കൗൺസിലർമാരായ A നസീർ, ഷാമില അനിമോൻ, മുബീറസ് ഓടനാട്, AEO C മധു, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സുനിൽ ചന്ദ്രൻ, BPC ബിന്ദുമോൾ, അഡ്വക്കേറ്റ് E സമീർ, പ്രേംജിത്ത് കായംകുളം, പൂർവ്വ അധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ കോശി ജോർജ്, നിസാർ പൊന്നാരേത്ത്, BRC കോർഡിനേറ്റർ V അനിൽ ബോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജാഫർ ഷെരീഫ്, SMC വൈസ് ചെയർമാൻ പ്രകാശ്, മാതൃസമിതി പ്രസിഡന്റ് പ്രിൻസി, സ്റ്റാഫ് സെക്രട്ടറി ശ്രീജാകുമാരി എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ VS അനിൽകുമാർ നന്ദി പറഞ്ഞു. സാഹിത്യ സദസ്സ് പ്രശസ്ത സാഹിത്യകാരൻ പുതുപ്പള്ളി സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാലസാഹിത്യ അവാർഡ് ജേതാവ് മനോജ് അഴീക്കൽ, പ്രമുഖ എഴുത്തുകാരായ SM സാദിഖ്, ഹക്കിം മാളിയേക്കൽ, നൌഫൽ താഹ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.